ഞാൻ ഇന്ന് കൽപ്പറ്റ പോയി. കൊറിയറിന് കോൾ വന്നിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗൾഫിൽ നിന്നുള്ള എൻ്റെ ഒരു കുഞ്ഞനിയൻ. അപ്പോൾ അവൻ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതിനു മുമ്പേ എനിക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ അത് വാങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്കത് വീട്ടിൽ ചെന്നിട്ട് തുറന്ന് നോക്കാം. ഇതാണ് കേട്ടോ ആ ബോക്സ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. വാഴത്തോപ്പാണ് ഇപ്പോൾ ഫുള്ളും വാഴയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ നമുക്ക് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിലെ പ്രകൃതി ഭംഗി? എങ്ങനെയുണ്ട്? ഫുള്ളും വാഴയായിട്ടോ നട്ടിട്ടുള്ളത്. ഇപ്പോൾ വാഴയുടെ സീസണല്ലേ. ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല കായ്ഫലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ വീട്ടിലേക്ക് ഞങ്ങൾ ആ കുഞ്ഞി ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. അങ്ങനെ അത് വീട്ടിലെത്തി. എന്താണെന്ന് അറിയാനുള്ള ഒരു എന്താ പറയുക, ഒരു ജിജ്ഞാസ ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അതാണെങ്കിൽ പൊട്ടിച്ചിട്ട് അങ്ങ് തീരുന്നുമില്ല. കണ്ടമാനം പിന്നെ ഇത് വെച്ച് ഒട്ടിച്ചത് കൊണ്ടേ. അപ്പോൾ അത് കാണാനുള്ളൊരു ആവേശത്തിൻ്റെ ഒരു പുറത്ത് നമുക്കൊരു കുഞ്ഞു മിഠായി കിട്ടിയാൽ പോലും ഒരുപാട് സന്തോഷമാണ്. അല്ല, നമുക്കൊരു സ്നേഹവാക്ക് കിട്ടുന്ന പോലും നമുക്ക് സന്തോഷമല്ലേ. പക്ഷേ എനിക്ക് ദൈവം സഹായിച്ച് എല്ലാവരും നല്ല കൂട്ടുകാരും നല്ല അനുജന്മാരും ആണ്. ഇതാണ് എനിക്ക് വന്ന ഗിഫ്റ്റ്. അവ എന്തൊക്കെയാന്നല്ലേ? പൗഡർ, ടാഗ്, ബദാം, ഈത്തപ്പഴം, പിന്നെ ക്രീം, സൺ ക്രീം, 1 പേക്ക് മിഠായി, പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ്, 2 ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ്. ഇത് ഈ ലേഡി ബ്ലൂവിൻ്റെ പിന്നെ പെർഫ്യൂം. പിന്നെ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ അനിയൻ എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊക്കെ പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ കൊടുത്തിട്ട്. പെട്ടെന്നായിരുന്നു വിളിച്ചു പറഞ്ഞത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാലത്തിന് പൗഡർ വാങ്ങണ്ട. സെയിം സാധനങ്ങൾ ഞാൻ കൊടുത്തിട്ട്.